എ വേർഡ് ഈസ് പ്രഗ്നന്റ് വിത്ത് മെനി മീനിങ്. ഒരു വാക്ക് അനവധി അർത്ഥങ്ങളെ ഗർഭം ധരിച്ചിട്ടുണ്ട്. പുറത്തെ അർത്ഥമാണ് നമ്മൾ തപ്പുന്നതെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാം. അകത്തെ അർത്ഥമാണ് തപ്പുന്നതെങ്കിൽ, അതുകൊണ്ടാണ് റിപ്പന്റ്, പാശ്ചാത്തപിക്കുക, എല്ലാ ടേൺ ഇൻവാർഡ്, ഉള്ളിലേക്ക് നോക്കൂ. എന്തിനാണ് നമ്മളവരോട് ഫർഗീവ് ചെയ്യുന്നത്? ഞാൻ മോളോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെയും മോളുടെ, നമ്മുടെ എല്ലാവരുടെയും കോശങ്ങൾ സെയിമാണ്. കോശങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് എൻ്റെ കോശങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. എൻ്റെ അതേ സഹോദരനുമായി സഹോദരിയുമായിട്ട് കോശവുമായിട്ട് ഞാൻ എന്തിന് അടികൂടുന്നു? അങ്ങനെ എൻ്റെ കോശങ്ങൾ കൺവേർജായി നിൽക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന കോശങ്ങൾ ഡൈവേർജ് ആവാൻ തുടങ്ങും. അതിൽ സ്ട്രെസ്സ് കയറി വരാൻ തുടങ്ങും. ഈ സ്ട്രെസ്സ് പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായി കോശങ്ങൾ പെരുകാൻ തുടങ്ങും. ഇറ്റ്സ് നോൺ ആസ് ക്യാൻസർ. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി. എൻ്റെ കോശങ്ങളെ ഞാൻ സാന്ത്വനിപ്പിക്കണം. കോശ ദേവതകൾ എന്ന് ആയുർവേദം പറയും. ഓരോ കോശവും ഒരു ദേവതയാണ്. അതിലേക്ക് ഊർജം കൊടുക്കുന്ന സാധനത്തിന് സയൻസ് പറയുന്നത് മൈറ്റോകോൺട്രിയ എന്നാണ്. കോശത്തിലേക്ക് ഊർജം വരണം. അപ്പോൾ ഊർജം ഞാനെന്ന് പറയുന്ന ബോധത്തിൽ നിന്ന്, മോളിപ്പോൾ രാവിലെ കാൽഷ്യം അയോണൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഇഡ്ഡലി പൊറോട്ട കഴിച്ചൊക്കെ നമ്മുടെ കാൽഷ്യം അയോണും ഒക്കെ ആയി മാറണം. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംവിധാനമുണ്ട്. ഇതിനൊക്കെ മാറ്റി മാറ്റി എനിക്ക് വേണ്ടുന്ന എലമെൻസ് ആക്കി മാറ്റുന്ന ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു? ദാറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ കാശി. ആ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ്, അതിനെ പഴയ ആൾക്കാർ പൂർവികർ ഈശ്വരൻ എന്ന് വിളിച്ചു. ഇനി